ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് ഗുണങ്ങളുള്ള വളരെ സ്വാദിഷ്ടമായ ഒരു ഹെൽത്തി ഡ്രിങ്കാണിത്. അതുപോലെ വളരെ ഈസിയായി തയ്യാറാക്കാനും പറ്റുന്ന ഒരു ജ്യൂസാണ് അശോകപ്പൂവ് ജ്യൂസ്. മുഖത്തെ കരിവാളിപ്പ് മാറുന്നതിനും ത്വക്ക് രോഗങ്ങൾക്കും രക്തം ശുദ്ധിയാകുന്നതിനും മൂത്രതടസ്സം മാറുന്നതിനും മറ്റുമൊക്കെ ഇത് വളരെയേറെ പ്രയോജനം ചെയ്യുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അധികം ആരും ഉണ്ടാക്കിയിട്ടില്ലാത്ത അശോകപ്പൂവ് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഇത്രയും പൂക്കൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കരിഞ്ഞ പൂക്കളൊക്കെ മാറ്റി നല്ലവണ്ണം കഴുകിയെടുക്കണം. അതിനുശേഷം ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് സ്റ്റൗവിലേക്ക് വച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിക്കണം. ഈ 3 ഗ്ലാസ് വെള്ളം വെച്ചത് ഒരു 2 ഗ്ലാസ്സെങ്കിലും ആക്കി മാറ്റണം. പൂവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടത്തക്കതും തന്നെ തിളപ്പിക്കണം. അപ്പോൾ പൂവിൻ്റെയൊക്കെ ജ്യൂസ് ഈ വെള്ളത്തിലോട്ട് ഊറി വരും. പൂവൊക്കെ വെന്ത് വന്നു മറ്റൊരു കളറായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെ മഞ്ഞ കളറിലൊരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു ചെറിയ നാരങ്ങയാണ്. നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു 3-4 സ്പൂൺ പഞ്ചസാര ഉപയോഗിച്ചു. മധുരമൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇനി വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. പിന്നെ ഒരു കുഞ്ഞ് പീസ് പച്ചമുളക്. പിന്നെ വേണ്ടത് ഐസ് ക്യൂബാണ്. ഐസ് ക്യൂബ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ദാ ഇതുപോലെ കിട്ടി. ഇനി ഈ ജ്യൂസിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ദാ കളറൊന്ന് മാറിയിട്ടുണ്ട്. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അശോകപ്പൂവ് ജ്യൂസ് റെഡി. അശോകപ്പൂവ് കിട്ടുകയാണെങ്കിൽ ഈ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും പിന്നെ വലിയവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഷുഗറിന് പകരം നമുക്ക് തേനും ഉപയോഗിക്കാം. ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ വളരെ നല്ലൊരു ജ്യൂസാണ്. അതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.